TG അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ. അതായത് ഇന്ത്യൻ നാഷണൽസിനോട് അവിടുന്ന് പോരാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു മൊത്തത്തിൽ വിമാനങ്ങൾ, പോർ വിമാനങ്ങളെല്ലാം ചുറ്റും പറക്കുന്നു. അമേരിക്കയുടെ ബേസിൽ നിന്ന് ആളെ ഒഴിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ കാര്യമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അമേരിക്കയുടെ 2 ചത്തുപോയ പ്രസിഡന്റുമാർ കടലിൽ കിടക്കും. അതെ അതെ അതെ. ജെറാൾഡ് ഫോർഡും എബ്രഹാം ലിങ്കൺ കടലിൽ ശവം ഒഴുകി നടക്കുന്ന പോലെ. അതെ. ജെറാൾഡ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് പോലും. അത് ജിബ്രാൾട്ടർ കടലിടുക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. ഇത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യണ്ടേ? ഈ മറ്റേ നെടുമുടി വേണു ഇപ്പം പൊട്ടിക്കൂ എന്ന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ കൗണ്ടർ ത്രെറ്റ് ഭയങ്കരമാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ അമേരിക്കൻ ബേസസ് തകർക്കും. ഗൾഫ് കൺട്രീസിലുള്ള സൗദി അറേബ്യയിൽ ബേസ് എത്ര ഉണ്ടെന്നറിയാമോ? ആ മാപ്പൊന്ന് വായുത്തെടുത്ത് നോക്കണം. ആ അമേരിക്കൻ ബേസ് റെഡ് മാർക്കിലായിട്ട് സൗദി അറേബ്യയെ എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. UAE ഒരു 75% എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. ഖത്തറിൽ അമേരിക്കൻ ബേസ് കാരണം അവിടുത്തുകാർക്ക് താമസിക്കാൻ വേറെ സ്ഥലം നോക്കേണ്ട ഗതികേടാണ്. അത്ര വലിയ ബേസ്, ഏറ്റവും വലിയ ബേസ് ഖത്തറിലാണ്. ഒമാൻ, ഇവിടെ എല്ലാ അമേരിക്കൻ ബേസും ഉണ്ട്. ഇവിടത്തേക്ക് ആ മനുഷ്യൻ്റെ കയ്യിൽ ആ ഖമനേയി ഉണ്ടല്ലോ, ഇയാൾക്ക് പ്രാന്താണെങ്കിൽ അയാൾക്ക് മൂച്ചിപ്രാന്താണ്. പാലക്കാട് ഭാഗത്ത് മൂച്ചിപ്രാന്തെന്ന് പറയും, ഇച്ചിരി കൂടിയ അങ്ങനെ. അതാണ് ഖമനേയി. ഇയാളിത് ചവറ് പോലെ എടുത്തങ്ങോട്ട് ഹൈപ്പർസോണിക് മിസൈൽ അടിക്കും. ആരുടെ തലയിൽ വീഴുന്നൊന്നും പറയാൻ പറ്റില്ല. ബേസ് മാത്രം നോക്കിയിട്ടൊക്കെ മിസൈൽ അയക്കാൻ പറ്റുമോ? അതും ഖമനേയിക്ക് എടുത്തങ്ങ് കാണിച്ചിട്ട് കംപ്ലീറ്റ് ഗൾഫ് കുളമായി പോകും. എണ്ണക്കിണറുകൾക്ക് തീ പിടിച്ചാലത്തെ സ്ഥിതി എന്താ? കാരണം ഖമനേയിക്ക് ഇനി മുൻപിൻ നോക്കാനൊന്നുമില്ല, സർവ്വതും നഷ്ടപ്പെട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ ഖമനേയിക്ക് ഇനി അതിനും പിന്നാലെ വരുന്ന തലമുറ എങ്ങനെ കഴിയും? അവർക്ക് ഉപയോഗിക്കാനുള്ള എണ്ണയല്ലേ, അതിന് നമ്മൾ തീ വയ്ക്കാമോ? എന്ത് തേങ്ങ എടുത്തിടാമെന്ന് പറയും. ഇതാണ് അമേരിക്കയുടെ പേടി. ഡയറക്റ്റ് ഖമനേയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ട്രംപിൻ്റെ അടുത്ത്. താനീ പ്രാന്ത് അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്, എനിക്ക് റിയൽ പ്രാന്താണ്, തന്നേക്കാൾ വലിയ പ്രാന്തനാണ് ഞാൻ. എന്ത് ചെയ്യും? ഈ കപ്പൽ ഇറക്കി വിടുകയും ചെയ്തു. അപ്പോഴാണ് ട്രംപ് പെട്ടെന്ന് പുള്ളിയുടെ പുതിയ ആയതെടുത്ത് വീൽ മേക്ക് എ ഡീൽ. ഇതിനു മുമ്പും പലതവണ ഇങ്ങനെ ഡീലിന് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല, അമേരിക്ക പലതവണ ഇറാനുമായിട്ട് ഡീലിന്. അതിനെല്ലാം പാരവയ്ക്കുന്നത് ഇസ്രായേലാണ്. അതിന് കാരണമുണ്ട്. ഇസ്രായേലിനും ഇതുപോലെ ഇറാനെ പോലെയാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദെയർ സർവൈവൽ. നിലനിൽക്കണ്ടേ? ഇറാൻ്റെ മുദ്രാവാക്യം എന്താ? ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഈ 2 മുദ്രാവാക്യമാണ്. പബ്ലിക്കായിട്ട് 1989 മുതൽ ഇറാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡെത്ത് ടു ഇസ്രായേൽ. കിടന്നാൽ ഉറക്കം വരുമോ ഇസ്രായേലിന്? നമുക്കങ്ങനെ ഒരു ഡെത്ത് ടു ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്നുവരെ പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞതാണ് ഇവിടെ കേരളത്തിൽ കിടന്നുറങ്ങുന്നില്ല ആൾക്കാർ. കാരണം ഒരുത്തൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു സിനിമയിൽ ഇവിടം വരെ വന്ന് അയാൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് GK പിള്ള പറയുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് മമ്മൂട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിൽ മമ്മൂട്ടി പറയുന്നു, സാറിന് ഡിറ്റർമിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, അതാണ് അങ്ങനെ പറയാൻ കാര്യം. അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ ഭീകരമായൊരു സാധനമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടത് ഇൻറ്റൻറ്റ്, കേപ്പബിലിറ്റി, ഈ 2 സാധനങ്ങളാണ്. ഒന്ന്, അത് ചെയ്യണം എന്നുള്ള ഉദ്ദേശം. നമ്പർ 2, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി, കേപ്പബിലിറ്റി. ഇത് രണ്ടും ഇറാനുണ്ട്. ആണവ ആയുധം അവരുടെ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയിലുണ്ട്, എല്ലാ സാധനവും. എയർഫോഴ്സിൽ അവർ കുറച്ച് പുറകിലാണ്. മിസൈലാണ് അവർ ആയുധം, ഹൈപ്പർസോണിക് മിസൈൽ. ഇതാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 150 മിസൈൽ ഒരേ സമയത്ത് ടെലവീവിലേക്ക് വിടാൻ പറ്റും.
ടെലവിവിന് ഒരു 100 മിസൈൽ അടിച്ച് താഴെയിടാം, പക്ഷേ 50 എണ്ണം തലയിൽ വീഴും. 50 എണ്ണം വീണാൽ മതി. ടെലവിവ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തീരെ ചെറിയ സ്ഥലം. ഒരു വേൾഡ് മാപ്പ് വായിച്ച് വാങ്ങിച്ച് നോക്കുക. അതിൽ ഇസ്രായേൽ ഇപ്പോഴും നമ്മൾ ലെൻസ് വെച്ച് വലുതാക്കി നോക്കുക, അത്ര ചെറുതാണ് ഇസ്രായേൽ. ജെറുസലേം, ടെലവിവ് ഒക്കെ വായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് വലുതാക്കി അടുത്ത പേജിൽ അവർ അച്ചടിച്ചാൽ കാണാം. അതല്ലെങ്കിൽ രക്ഷയില്ല, അത്ര ചെറുതാണ്. അപ്പോൾ അവരെ സമയത്തോളം 12 മിസൈൽ മതി അവർ തീരാനായിട്ട്. ഇപ്പം നെതന്യാഹു 2 ആഴ്ച മുമ്പ് ട്രംപിനെ പോയി കണ്ടിരുന്നു. നെതന്യാഹു പറഞ്ഞു, ചേട്ടൻ എന്ത് സന്ധിയോ ഡീലോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരിക്കും. 3 കാര്യം ശ്രദ്ധിക്കണം. 1, ഇറാൻ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ നിർത്തണം. അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഗ്രാം യുറേനിയം വരെ ഉത്തരവാദപ്പെട്ട ഒരു രാജ്യത്തിന് കൈമാറണം. അത് അമേരിക്ക ആവാം, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇതുപോലെയുള്ള ആർക്കെങ്കിലും കൈമാറണം. 3, അവരുടെ കിങ്കരന്മാരുണ്ടല്ലോ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി, TTP, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി, ഈ പരിപാടിയെല്ലാം പൂട്ടാൻ പറയണം. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഡീലുണ്ടാക്കുക. അപ്പോൾ ട്രംപ് പറഞ്ഞു, എടാ ഇതെല്ലാം പൂട്ടാന്ന് പറഞ്ഞാൽ അയാളുടെ കച്ചവടം പൂട്ടുകയെന്നാണ് അതിനർത്ഥം, മനസ്സിലായി? പിന്നെ അയാളെ എന്തിനുമുള്ള, അയാൾ എന്തിനും ഇത് സമ്മതിക്കണം. അപ്പോൾ നെതന്യാഹു ഇത് തന്നെ പറഞ്ഞു, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഇതാണ് അയാളുടെ മുദ്രാവാക്യം. ട്രംപിൻ്റെ മൂഡ് എന്താണെന്ന് വെച്ചാൽ ഡെത്ത് ടു അമേരിക്കയൊക്കെ ഒരു മുദ്രാവാക്യമാണ്, അല്ലാതെ ചെയ്യാനുള്ളതൊന്നുമല്ല. അവനെന്ത് ചെയ്യാനാണ്? നെതന്യാഹുവിന് കടക്കപ്രതിയില്ല. കാരണം ഇറാന് നേരിട്ട് അമേരിക്ക വരെ പറന്നെത്തി ആക്രമിക്കാൻ പറ്റില്ല. അമേരിക്ക വരെ എത്തുന്ന മിസൈലും ഇറാൻ്റെ കയ്യിലില്ല. അമേരിക്ക കടലിനക്കരയല്ലേ, അമേരിക്കയുടെ സേഫ്റ്റി അതല്ലേ. ട്രംപ് തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിരുന്നു. 2 സമുദ്രങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട രാജ്യമാണ് ഞങ്ങളുള്ളത്. സത്യമാണ്. 8000 കിലോമീറ്ററാണ് ഇറാൻ ടു അമേരിക്ക ദൂരം. ആ ദൂരം നോൺ സ്റ്റോപ്പ് പറന്ന് ഇറാനിൽ വന്ന് ബോംബിട്ടിട്ട് തിരിച്ച് 8000 കിലോമീറ്റർ പറന്നാണ് അവൻ്റെ B2 ബോംബർ. അപ്പോൾ അങ്ങനെയുള്ളവൻ്റെ ആത്മവിശ്വാസം അതിഭീകരമായിരിക്കും. മുദ്രാവാക്യം നമ്മൾ ഈ റോട്ടിൽ അമ്മയെ കണ്ട് മരിക്കൂല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പേടിക്കാറുണ്ടോ? പിന്നെ എൻ്റെ അമ്മയും എൻ്റെ കൊല്ലാൻ ഇവിടെ ഈ ബട്ട് നെതന്യാഹുവിനതില്ല. കാരണം നെതന്യാഹു അയൽവക്കത്താണ്, കല്ലെറിഞ്ഞാൽ വീഴുന്ന ദൂരത്തിലാണ് നെതന്യാഹു ഇരിക്കുന്നത്. അയാൾക്ക് ഉറക്കം വരുമോ? അപ്പോൾ അയാൾ എന്ത് വില കൊടുത്തും അവർക്ക് അവിടെ അമേരിക്കയിൽ ജൂത ലോബിയുണ്ട്. അപ്പം ഫൈനലി തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കുന്നതും ജൂത ലോബിയാണ്. ആ ലോബി വഴിക്ക് ഈ ഡീല് ഇല്ലാതെയാക്കും. ട്രംപ് ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കും തോറും നെതന്യാഹു അതിന് പാര വെച്ചുകൊണ്ടിരിക്കും. ഇനി ഒട്ടും കേട്ടില്ലെങ്കിൽ ട്രംപിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാനും നെതന്യാഹുവിനറിയാം. ട്രംപ് പരസ്യമായിട്ട് തെറിയൊക്കെ പറയും നെതന്യാഹുവിന്. ഒരിക്കലും പറഞ്ഞില്ല, വൃത്തികെട്ട തെറി പറഞ്ഞു. നെതന്യാഹു കുലുങ്ങിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നെതന്യാഹു വർഷം എത്രയായി ഈ കളി തുടങ്ങിയിട്ട്? എത്ര അമേരിക്കൻ പ്രസിഡന്റുമാരെ കണ്ടു? 84 വയസ്സുണ്ട് നെതന്യാഹുവിന്. അതുകൊണ്ട് ട്രംപ് തെറി വിളിക്കുന്നത് കേൾക്കുമ്പോഴേ പുള്ളിക്കാനായ ഇത് എന്നെ പ്രകോപിപ്പിക്കാനാണ്, ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണം. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. അമേരിക്കക്കാരൻ്റെ സ്വഭാവമാണ്. ഞങ്ങൾ കേട്ടതായിട്ട് ഭാവിച്ചില്ല. നെതന്യാഹുവിനോട് പലരും പറഞ്ഞു എന്തൊരു നാണക്കേട് അയാളുടെ തെറിയും കേട്ടിട്ട്. അതിനും പുള്ളി പ്രതികരിച്ചില്ല. കാരണം ഇതുപോലത്തെ ചെറിയ ഇറിറ്റൻസിൽ പെട്ട് വീഴാനുള്ളതല്ല ഇസ്രായേൽ എന്ന രാജ്യം. ഒരുത്തൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ പോവുക, അവസാനം അതിൻ്റെ അടിപിടി അത് തീർത്തിട്ട് ബാക്കി കാര്യമെന്ന് പറയും. അവരുടെ ശ്രദ്ധ മാറ്റാൻ പറ്റില്ല. അവർക്ക് അവരുടെ രാഷ്ട്രം ഏറ്റവും വലുതാണ്. ഇതേ ഗുണം ഇറാനിലുമുണ്ട്. നമ്മൾ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം ഇതൊക്കെ ബേസിക്കലി നമുക്ക് ഇറാനെ അനുകൂലിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രമാണ് ഖമനയുടെ. പക്ഷേ ഒരു നിശ്ചയദാർഢ്യം അത് നോക്കുക. അവരുടെ എത്ര പേരെ അയാൾ കൊന്നു തള്ളിയെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ട് എത്ര നാളായി? എനിക്ക് തോന്നുന്നു കുറഞ്ഞൊരു 3-3.5 മാസമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും വരില്ല കേട്ടോ, എല്ലാവരും ഒന്നും വരില്ല. കുറേ മലയാളികൾ അവിടെ കിടക്കും, നേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് അവിടെ ബോംബും വെടിയും പടക്കവും തുടങ്ങി കഴിയുമ്പോൾ ഇവർ ഞങ്ങളെ കൊണ്ടുപോകും.
എന്നിട്ട് നരേന്ദ്രമോദി ഇടപെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 48 മണിക്കൂർ നിർത്തിച്ചിട്ട് ആ സ്ഥലത്തൂടെ ഒരു കോറിഡോറിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ വിമാനത്തിൽ ഇവരെ ബോംബെ കൊണ്ടുവന്ന് ഇറക്കണം. ഇറക്കിയാൽ ഇവർക്ക് ബിരിയാണി, പരിപ്പ് വട, കട്ടൻ ഇത് കൊടുക്കണം. അതിന് മധുരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻകുലാബ് സിന്ദാബാദ് ബോംബെ എയർപോർട്ടിൽ വെള്ളം വയ്ക്കും. ഇത് മലയാളികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് മലയാളി അവിടെ നിന്ന് പോരില്ല. അവൻ ഈ കച്ചറ ഉണ്ടാക്കി നരേന്ദ്രമോദിക്ക് തലവേദന ഉണ്ടാക്കിയിട്ട് അവനടങ്ങുള്ളൂ. അത് അക്കാര്യം എനിക്ക് ഉറപ്പാണ്. ഇതിനു മുമ്പ് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്. യമനിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. യമനിൽ, സിറിയയിൽ ജാനുവരി മുതൽ വാണിംഗ് കൊടുത്തിട്ട് മാർച്ച് മാസമാണ് അവിടെ അടി തുടങ്ങുന്നത് സിറിയയിൽ. ആ മാർച്ച് മാസത്തിൽ 12 നേഴ്സുമാർ പറഞ്ഞാൽ അവർ കന്യാസ്ത്രീകളാണ്. മിണ്ടാൻ പറ്റുമോ? കന്യാസ്ത്രീ കണ്ടാൽ നമ്മൾ അപ്പം തന്നെ ഓച്ചാനെ. ഈ കന്യാസ്ത്രീകൾ ഇവർ എത്ര നാളായി പറയുന്നു ചേച്ചിങ് പോര്, ചേച്ചിങ് അല്ല, കരുണാവാനായ കർത്താവ്. പിന്നെ കർത്താവിനെ നോക്കിയല്ലേ അവിടെ കർമ്മം നടക്കുന്നത്. അവസാനം കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് ഒരു കണക്കിന് കൊണ്ടുവന്നു. അന്ന് കപ്പലിലോ മറ്റാണ് നമ്മുടെ ഇങ്ങേരുണ്ടല്ലോ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. പുള്ളിക്ക് ഉറക്കയില്ല. പുള്ളി ഇവിടുന്ന് ഭീകരനെ വിളിച്ചു. IS ഭീകരൻ. പുള്ളിക്ക് എല്ലായിടത്തും ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സകല സ്ഥലത്തും പുള്ളിക്കാരുടെ ഒരു കോണ്ടാക്റ്റ് വയ്ക്കും. കാരണം ഒരു എന്തെങ്കിലും വന്നാൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, ശ്വാസം വിടണ്ടേ. അറ്റകൈക്ക് IS ഭീകരനെ വിളിച്ചു സിറിയയിൽ. എന്നിട്ട് പറഞ്ഞു, മോനെ ഞങ്ങളുടെ കന്യാസ്ത്രീയാണ്. എന്ത് കന്യാസ്ത്രീ? പോടാ, അങ്ങനെയല്ല, നീ നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞൊരു പാക്കേജ് ഉണ്ടാക്കി. അവസാനം ഇത് നാറ്റ കേസായി. കാശ് കൊടുത്താണ് കൊണ്ടുവന്നത്. അതേന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാശ് കൊടുത്തു അവർക്ക്. കാരണം അവൻ പറഞ്ഞു, വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോ ചേട്ടാ? ഇപ്പോൾ നമ്മൾ പിടിച്ചു വെച്ചതിന് എന്തെങ്കിലും ഒരു ഇപ്പം എന്താ വേണ്ടതെന്ന് പറയാം. ഒരു 10-20 ലക്ഷം രൂപയോ അങ്ങനെ അത് കൊടുത്തു. മോദി പറഞ്ഞു, കൊടുക്ക് 20 കൊടുക്കും. നമ്മുടെ പൗരന്മാരല്ലേ വരണ്ടേ? 20 ലക്ഷം രൂപ കൊടുത്ത ഒരു ജീവൻ കിട്ടില്ലല്ലോ. അങ്ങനത്തെ ന്യായമല്ലേ ഇവിടെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒക്കെ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ചെയ്യും. അതായത് ഇറാനിൽ നിന്ന് അവിടെ ഉള്ളവർ തിരിച്ചു വരുന്നത് നല്ലത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവർ തിരിച്ചു വരുന്നതാണ് നല്ലത്. നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ജീവിക്കാനൊരു പാങ്ങൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോരും. കാരണം അവിടുത്തെ അന്തരീക്ഷം ട്രംപ് പോയി കഴിയുമ്പോൾ ഇതൊക്കെ മാറാൻ പോകില്ല. ഈ മാഗ എന്ന് പറയുന്ന സാധനം വെള്ളക്കാരൻ ക്രിസ്ത്യാനിയുടെ ആധിപത്യമാണ്. ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ വെള്ളക്കാരനായ ക്രിസ്ത്യാനിയുടെ ആധിപത്യം. അതിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അവരുടെ ഇവിടുത്തേക്ക് ഡയലോഗ് നോക്കിയാൽ മതി. ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാം സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. പതുക്കെ അവരോട് നാട് വിട്ട് പോകാൻ പറയും. ഇതൊക്കെ സംഭവിക്കും. അതിപ്പോൾ സംഭവിച്ചിട്ടില്ല. ബട്ട് ഇറാനിൽ സംഭവിച്ചത്, ഇറാനിൽ നിന്ന് തിരിച്ചു പോകാൻ പറഞ്ഞെങ്കിൽ തിരിച്ച് വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം IS പോലെയല്ല ഇറാൻ. IS ഇന്ത്യക്കാർക്ക് ഇതിൽ കാര്യമില്ല, കുറച്ച് കാശ് മേടിച്ചിട്ട് അവരെ വിട്ടേക്കാം എന്നൊക്കെ വിചാരിക്കും. ഇയാളങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല. ഇവരിവിടെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് നിങ്ങൾ പോകാത്തത്. അങ്ങനത്തെ ഒരു ടീമാണ് ഷിയ. ഇവിടെ ഇന്ത്യയിൽ ഷിയാക്കളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് അവർ പതുങ്ങി മാന്യന്മാരായിട്ടിരിക്കുന്നത്. യഥാർത്ഥ ഷിയയെ കാണണമെങ്കിൽ ഇറാനിൽ പോകണം. സുന്നിയെ വെല്ലുന്ന ഷിയ. അതൊക്കെയാണ് ഇറാനിലെ സാഹചര്യം. പൊതുവെ വരുന്നതാണ് നല്ലത്. പൊതുവെ പറയുമ്പം സുന്നികളാണ് തീവ്രവാദത്തിന് നിൽക്കുന്നതെന്നൊക്കെയാണല്ലോ പൊതുവെ പറയുക. രണ്ടുപേരും ഒരേ മുഖത്തിൽ കേട്ടാകുന്ന കാളകളാണ്, സുന്നിയാണെങ്കിലും ഷിയയാണെങ്കിലും. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങളുണ്ടല്ലോ, അത് വേറൊരു ടൈപ്പാണ്. കേരളത്തിൽ സുന്നി എന്നൊക്കെ പറയുന്നതൊന്നും യഥാർത്ഥ സുന്നികളല്ല. ഹമാസ്, ഹൂത്തിയൊക്കെയാണ് യഥാർത്ഥ സുന്നി. അല്ലാതെ ഇവിടെ വെറുതെ ഈ മുട്ട കച്ചവടം, കാലിച്ചാക്ക് കച്ചവടം, അയാൾ സുന്നിയാണ്.
കാന്തപുരം മുസ്ലിയാർ, മറ്റേ മുസ്ലിയാർ, ജഫ്രി, മുത്തുക്കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. 3 നേരം കഞ്ഞി കുടിക്കാനായിട്ട് ഇയാൾ ഈ കാലിച്ചാക്ക് തന്നെ വയ്ക്കണം. ഇങ്ങനത്തെ മുസ്ലിമിനെ കണ്ടാണ് നമ്മൾ സുന്നി പാവം, ഷിയ പാവം എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, പാവങ്ങളാണ്, സത്യത്തിൽ പാവങ്ങളാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പോലും സുന്നികളെന്നൊക്കെ വിളിക്കും, സുന്നി യുവജന സംഘം, ജംഇയ്യത്തുൽ ഉലമ എന്നൊക്കെ പറയും, വലിയ വലിയ പേരുകളൊക്കെ ഇടുന്നത് സാധു മനുഷ്യനാണ്, നല്ലവരാണ്. ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ കാണണമെങ്കിൽ ബംഗ്ലാദേശിൽ പോകണം. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വാലേ കെട്ടാൻ കൊള്ളാവുന്നതാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. നമ്മുടെ ഈ മീഡിയ 1 ചാനലിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഞാൻ നല്ല നേരം നോക്കിയാണ് കഞ്ഞി കുടിക്കുന്നത്. 10 പൈസ കയ്യിലില്ല, മാധ്യമം പത്രം ഇവിടെ നിർത്തി അവിടെ നിന്ന് അടിക്കുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ. ഇതൊന്നും അല്ല ഒറിജിനൽ സാധനം. അതൊക്കെ ഇന്ത്യക്ക് പുറത്താണുള്ളത്. ഇന്ത്യയിൽ ഉള്ള കക്ഷികളുണ്ട് കേട്ടോ, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവരൊക്കെ പതുങ്ങിയും രഹസ്യമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നു. പോപ്പുലർ ഫ്രണ്ടൊക്കെ അങ്ങനെയുള്ള ടീമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായുദ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാ? പോപ്പുലർ ഫ്രണ്ടാണ്. ഇല്ല, നമ്മൾ അവരെന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് മാറ്റി വയ്ക്കുക. ഫണ്ടമെൻ്റൽസ് നോക്കുക. ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് ഖുർആൻ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അക്ഷരം പ്രതി പാലിക്കാൻ ശ്രമിക്കുന്നവർ പോപ്പുലർ ഫ്രണ്ടാണ്. അവർ തന്നെ മുഴുവൻ ആകുന്നില്ല. ശ്രമിച്ചാൽ പോരല്ലോ, ഇത് നടപ്പാക്കണ്ടേ? അപ്പോൾ ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടാണ് യഥാർത്ഥ ഇസ്ലാം. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇസ്ലാം പാവ ഇസ്ലാം എന്ന് പറയുന്നത്. അവർക്ക് പലർക്കും അവർ ഖുർആൻ വായിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ബട്ട് ആയതുള്ള ഖമനൈ അങ്ങനെയല്ല. ഇപ്പോഴുള്ള എന്ത് ഖമനൈയാണത്, അയാളുടെ മുഴുവൻ പേരെന്താ എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിവേ ഖമനൈ. അപ്പോൾ ഇറാൻ വളരെ ഡേഞ്ചറിലാണ്. അമേരിക്ക ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. എന്തെങ്കിലും ഒരു ഷോ കാണിക്കാതെ ട്രംപിന് നിലനിൽക്കാൻ പറ്റില്ല. ഇവിടെ ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ഒരു അറ്റാക്ക് നടത്താതെ ട്രംപിന് പറ്റില്ല. എന്തെങ്കിലും ഒരു ഷോ കാണിക്കാതെ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഖമനൈ സമ്മതിക്കുകയും ചെയ്യില്ല. ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഖത്തറും കൂടും. കഴിഞ്ഞ തവണ ഖത്തറാണ് അങ്ങനെ ഡിഫ്യൂസ് ചെയ്തത്. അമേരിക്ക ഇറാനെ ബോംബിട്ടു. ഇറാൻ ഖത്തറിൽ മിസൈൽ അയച്ചു. ആ മിസൈല് പൊട്ടാത്ത മിസൈലായിരുന്നു, വാർഹെഡ് ഇല്ലാത്ത, എന്താ അതിന് പറയുക ഇപ്പം, അതിൻ്റെ അറ്റത്ത് പേലോഡ് ഇല്ലാത്ത അതായിരുന്നു. അത് ഖത്തറിൽ വന്നിട്ടൊരു മൂലയ്ക്ക് വീണു, വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ളൊരു ധാരണ വന്നു. ഈ ധാരണ ഇവർ 3 പേരും കൂടെ ചർച്ച ചെയ്തതാണ്. ഞാനിങ്ങനെ ചെയ്യാൻ, നീ അപ്പോൾ അവിടെ അല്ലെ ഓർക്കാപ്പുറത്തെങ്ങാനും. അപ്പോൾ അമേരിക്ക പറഞ്ഞു, ഓർക്കാപ്പുറത്ത് പോലും ഞങ്ങളുടെ ആൾക്കാരുടെ തലയിൽ വീഴാതിരിക്കാനായിട്ട് ഞങ്ങൾ 10-200 പേരെ തിരിച്ച് അമേരിക്കയ്ക്ക് കയറ്റി വിടാം ആ പ്രദേശത്ത് തന്നെ. എന്നിട്ട് അമേരിക്കക്കാരോട് പറഞ്ഞു, എടാ ഈ കുന്തം വരും, മാറി നിന്നോളണം എല്ലാവരും, രാത്രി 8 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ഡ്രാമ. അത് ഇപ്പോഴും ചിലപ്പോൾ നടന്നു വരും. അതിന് ഖത്തർ എന്തെങ്കിലും സൗകര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ MBS സൗദി അറേബ്യ, പുള്ളി പറയും ഒരു കാര്യം, അവർക്ക് മരുഭൂമിയൊക്കെ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ, അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ തലയിൽ ഒരു മിസൈൽ ഇട്ടിട്ട് പണ്ടാരണങ്ങി പൊക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ. അല്ലാതെ ഇതൊരു യുദ്ധമായി വന്നാൽ അവിടെയെങ്കിലും നടക്കില്ലല്ലോ, വലിയൊരു പ്രശ്നത്തിലേക്ക്. യുദ്ധമായിട്ട് വരില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റ് എന്ത് തോന്നിവാസം ചെയ്യാമെന്നൊക്കെ പറയും. തോന്നിവാസം അങ്ങനെ പറ്റുമൊന്നുമില്ല. 110 കമ്മിറ്റിയും സംഗതിയും പെൻറ്റഗണും അതും ഇതുമൊക്കെയാണ് വാചകമടിക്കുക അമേരിക്കൻ പ്രസിഡൻറ്റിന്. ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്മിറ്റികളൊക്കെ വിചാരിക്കണം.